അഭിഷേകിനെ പിടിച്ച് തള്ളിയിരിക്കുകയാണ് ജിൻഡോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടയടി നടന്നിരിക്കുകയാണ്. ജിൻഡോയെ പുറത്താക്കാനുള്ള ഒരു വകുപ്പുണ്ട്, പക്ഷേ ഒരു സാധനം ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. കാരണം കൂട്ടയടി നടന്നു, ടാസ്ക് കൊടുത്തിരിക്കുകയും ചെയ്തു. അതാണ് ഇതിനകത്ത് പറ്റിപ്പോയൊരു മിസ്റ്റേക്ക്. അല്ലെങ്കിൽ ജിൻഡോയെ എടുത്തവർ വെളിയിൽ കളഞ്ഞനെ, ഇങ്ങനൊരു വേല ചെയ്തുകൊണ്ട് അവരെടുത്ത് കളഞ്ഞനെ. ഇന്ന് എനിക്ക് എന്തായാലും കമൻറ്റ് കുഞ്ഞുങ്ങളുടെ ആക്രമണമായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ആൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും പറയാൻ പാടില്ലല്ലോ. അപ്പോൾ കമൻറ്റ് കുഞ്ഞുങ്ങൾ അലച്ചോളൂ. ലൈവിൽ എന്താണ് നടന്നതെന്ന് ഞാൻ പറയാം. ടാസ്ക് 8 കൊടുത്തപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. മുഖമുദ്ര ടാസ്ക്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ മുഴുവൻ കണ്ടിട്ട്, കാരണം ആക്രമണം ഉണ്ടാവുമല്ലോ. അപ്പോൾ മുഖമുദ്ര ടാസ്ക് 8 10 ബോർഡുകൾ ഗാർഡൻ ഏരിയയിൽ ഉണ്ടാവും. ഓരോരുത്തരുടെ ഫോട്ടോയും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ബോർഡിൻ്റെ അവിടെ പോയി ഓരോരുത്തരും പോയി നിൽക്കുക. അവർക്കൊരു കോളം വരച്ചിട്ടുണ്ട്, ആ കോളത്തിൽ വേണം പോയി നിൽക്കുക. ഓരോ ബോർഡിൻ്റെ അടുത്ത് ഓരോ കോളം ഉണ്ട്. അവിടെ നിങ്ങൾക്കൊരു സ്റ്റാമ്പ് അടിക്കാനുള്ള ഒരു സ്റ്റാമ്പ് സീലും ആ മുക്കാനുള്ള പെയിൻറ്റും അവിടെ തന്നിരിക്കും. ബസർ അടിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കളത്തിൽ നിന്ന് പോയി മറ്റൊരാളുടെ ബോർഡിൽ അവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്, ബോർഡിനകത്ത് നിങ്ങൾ ഈ സീല് മുഴുവൻ അടിക്കുക. നിങ്ങൾ ഈ കളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കളത്തിലേക്ക് വേറൊരാൾക്ക് വന്ന് അടിക്കുകയും ചെയ്യാം. ബസർ അപ്പം ഈ ഓരോ ഇത് പല പല ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ ബസർ അടിക്കുമ്പം ആർക്കാണോ ഏറ്റവും കൂടുതൽ സീല് കിട്ടിയ ബോർഡുള്ളത് അവർ ഔട്ടാവും. അങ്ങനെ ഔട്ടായി പല പല റൗണ്ട് കഴിഞ്ഞ് അവസാനം വരുന്ന 3 പേർക്കാണ് 3, 2, 1 എന്ന് പോയിന്റ് കിട്ടുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ എല്ലാവരും കളത്തിൽ നിൽക്കാൻ ഒരു മനുഷ്യൻ അനങ്ങുന്നില്ല, കളത്തിൽ നിന്ന് അനങ്ങുന്നില്ല. സ്വന്തം ഇത് രക്ഷിക്കുകയും വേണം, ബാക്കിയുള്ളവനെ അടിച്ച് വെളിയിൽ തെറപ്പിക്കുകയും വേണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. പക്ഷേ ഇവർ സ്വന്തമായിട്ട് രക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു, ആരെയും തെറപ്പിക്കുന്നില്ല. രണ്ടാമത്തെ റൗണ്ട് ആവുന്നു, നോറയെ ഔട്ടാക്കുകയാണ്. സിജോയും ഋഷിയും കൂടി ഇറങ്ങിപ്പോയി നോറയെ ഔട്ടാക്കുന്നു. അപ്പോൾ ഇത് ഗ്രൂപ്പായിട്ട് വേണമെങ്കിലും ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കളിക്കാമെന്ന് പറയുന്നു. ഗ്രൂപ്പായിട്ട് കളിച്ചവരുണ്ട്, പറയാം. അടുത്ത് രണ്ടാമത്തെ റൗണ്ട് വരുന്നു. ജാസ്മിനും സിജോയും കൂടെ ഒരു മോട്ടം വഴക്കാണ്. ജാസ്മിനും കുറച്ച് കിട്ടുന്നു, സിജോയ്ക്കും കുറച്ച് കിട്ടുന്നു, ഋഷിക്കും കുറച്ച് കിട്ടുന്നു. അങ്ങനെ എണ്ണി നോക്കുന്ന സ്റ്റാമ്പ് റിജക്റ്റിൽ എഴുതിയിരിക്കുന്നതാണോ, എത്രണ്ണം പതിഞ്ഞതാണോ, ചുവന്ന കളർ ഉള്ളതാണോ, മുഴുവനായിട്ട് പതിഞ്ഞതാണോ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കരമായ അടി. ജാസ്മിനും ശരിക്ക് സിജോയെ പറയുന്നു, സിജോയും ശരിക്ക് ജാസ്മിനെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു കയ്യാങ്കളിയിലേക്ക് രണ്ടാമത്തെ റൗണ്ട് ആകുമ്പോഴും മൂന്നാമത്തെ റൗണ്ട് ആകുമ്പോഴും ഒരു കയ്യാങ്കളിയിലേക്ക് വരുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നീ മിണ്ടാതിരിക്കുക, നീ പറയുന്നത് കേൾക്കാനല്ല ഞാൻ അവിടെ വന്നിരിക്കുന്നത്, ഞാൻ ക്യാപ്റ്റനാണ്, ഞാൻ പറയുന്നത് ഇപ്പം മിണ്ടാതിരിക്കുക, നീ പറയുന്നത് നീ അവിടെ മാറിയില്ല, നിൻ്റെ കുറേ പോയിന്റുകളൊക്കെ നമ്മൾ വെളിയിൽ വന്ന് നമ്മൾ കണ്ടത് തന്നെ. സിജോ നിൻ്റെ അത് കുറേ കണ്ടത് തന്നെ, നീ ഇവിടെ നലയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടത് തന്നെ, നീ മിണ്ടാതിരിക്കുക. രണ്ടുപേരും നല്ല വഴക്ക്. അതിനിടയിൽ കൂടെ ജാസ്മിൻ പറയാണ് വിസിബിലിറ്റിയും തേങ്ങയൊന്നും എനിക്കറിയത്തില്ല ഋഷിയുടെ അടുത്ത്. അപ്പോൾ ഋഷി പറയാണ് തേങ്ങ അറിയണം, നീ തേങ്ങ അറിയണം. അത് അന്നേരം ജാസ്മിൻ തേങ്ങ അറിഞ്ഞുകൂടാന്നൊക്കെ പറയുന്നത് ഓക്കെ. പക്ഷേ ടാസ്ക് നടക്കുന്ന സമയത്ത് എത്രത്തോളം വിസിബിലിറ്റി തേങ്ങ എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. വിസിബിലിറ്റിയുടെ കാര്യമൊന്നും എനിക്കറിയണ്ട എന്ന് പറഞ്ഞ് ടാസ്കിനെ ബേസ് ചെയ്ത കാര്യമല്ലേ. അപ്പോൾ അത് ഋഷി പറഞ്ഞു ആ തേങ്ങ നീ അറിയണം, നീ അറിയണമെന്ന് ഋഷി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജാസ്മിനും സിജോയും കൂടെ എമണ്ടം വഴക്കാണ്. ഋഷിയും ജാസ്മിനോട് എമണ്ടം വഴക്കാണ്. ഏറ്റവും കൂടുതൽ സീലുള്ള 2 പേരെ ഔട്ടാക്കാൻ പറയുന്നു. ജാസ്മിനും സിജോയും ഔട്ടാവുന്നു. അടുത്ത് 4th റൗണ്ടിൽ ഋഷിക്കാണ് ഏറ്റവും കൂടുതൽ സീല് വരുന്നത്. ഋഷി ഔട്ടാവുന്നു. 5th റൗണ്ടിൽ ശ്രീതു നന്ദനയും കൂടെ, അതാണ് ഞാൻ കൂട്ടയടി എന്ന് പറയാൻ കാരണം. ശ്രീതു നന്ദനയുടെ അടിക്കാൻ പോകുന്നു. നന്ദനത ഇങ്ങനെ ശരിയാക്കി തരാം ഇങ്ങനെ മറച്ച് പിടിച്ച് നിൽക്കുകയാണ്. മറച്ച് പിടിച്ച് നിന്നിട്ട് ഇടയ്ക്ക് വെച്ച് ശ്രീതു സ്റ്റാമ്പ് അടിക്കാൻ വരുമ്പോൾ ശ്രീതുവിനെ സ്റ്റാമ്പ് തള്ളിയിട്ട് ചവിട്ടി പിടിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റാമ്പ് എടുത്ത് ശ്രീതു അടിക്കാൻ വരുമ്പോൾ പിടിച്ച് തള്ളുന്നു. ഒരു തള്ള് നന്ദനയും കൊടുക്കുന്നു. നന്ദന ഒരു തള്ള ആദ്യം കൊടുക്കുന്നു. പക്ഷേ ബിഗ് ബോസ് അത് കാര്യമാക്കുന്നില്ലേ, അതൊന്നും ബിഗ് ബോസ് പറയുന്നുമില്ല. ഒരു തള്ള നന്ദനയാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പം ശ്രീതു ചോദിക്കുന്നത് എന്തിനാണ് തള്ളി എന്ന് ചോദിച്ചാൽ അടുത്ത് അടിക്കുമ്പോൾ ബസർ അടിച്ച് ആ റൗണ്ട് അങ്ങ് ബിഗ് ബോസ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ശ്രീതുവും ഔട്ടാവുന്നു, നന്ദനയും ഔട്ടാവുന്നു. 2 പേര് ഔട്ടാവുകയാണ് ആ റൗണ്ടിൽ. അടുത്ത് 6ാമത്തെ റൗണ്ട് വരുമ്പോഴാണ് മക്കളെ അടി. അഭിഷേക്, ജിൻഡോ ഇവരുടെ അടിയാണ് നടക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം ജിൻഡോ നേരെ അഭിഷേകിൻ്റെ ഇതിൽ അടിക്കാൻ പോകുന്നു. അപ്പോൾ അഭിഷേക് വാ അപ്പം ജിൻഡോ ഇങ്ങനെ തട്ടുന്നു, ഇങ്ങനെ തട്ടി പോകണം. അപ്പോൾ ജിൻഡോ ഇതിൻ്റെ ഈ കൈയുടെ അടിയിൽ കൂടി എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അഭിഷേക് ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പം ഇതിൻ്റെ ഇടയിൽ മൈക്ക് കുരുങ്ങി പെട്ടെന്ന് ജിൻഡോ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു ഫിസിക്കൽ അസോൾട്ട് പോലെ ആകത്തക്ക വണ്ണം, അത് ജിൻഡോയുടെയും അഭിഷേകിൻ്റെയും തെറ്റല്ല, ജിൻഡോ അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളൊരാളിങ്ങനെ പിടിച്ചു വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ കുതറി മാറിപ്പോകുമ്പം അവിടെ നിന്ന് അഭിഷേക് വിടുന്നില്ല. അഭിഷേക് വിടാത്തതുകൊണ്ട് ജിൻഡോ വീഴാൻ പോകുന്നു. പെട്ടെന്ന് മൈക്ക് കയറി തട്ടി എല്ലാം കൂടെ കുരുങ്ങി വീഴുമ്പോൾ അഭിഷേക് പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് കൈ എടുക്കുന്നുണ്ട്, പെട്ടെന്ന് കൈ മാറുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പെട്ടെന്ന് അവിടെ നിന്ന് അതിൻ്റെ ഒരു അമർഷത്തിലാണെന്ന് ജിൻഡോയ്ക്ക് അറിയില്ലല്ലോ എന്താണ്. ജിൻഡോ എഴുന്നേക്കുന്ന അഭിഷേക് ഒരൊറ്റ തള്ള്
ഇങ്ങനെ ഒരൊറ്റ തള്ളെന്നല്ല, ഒരു 2 സ്റ്റെപ്പ് ടക്ക് ടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 2 തള്ള അങ്ങോട്ട് പിടിച്ച് തള്ളുന്നതും എല്ലാവരും വേണ്ട 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 പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പട്ട ആ ജിൻഡോ പിടിച്ച് അടിക്കുകയാണ്. മറ്റേ അഭിഷേകിൻ്റെ പിടിച്ച് സീലടിക്കുന്നു. അപ്പോൾ അഭിഷേക് വീണ്ടും ഇങ്ങനെ ചെറുത്ത് വരുന്നു. പിന്നെ നേരിട്ട് നമ്മുടെ ഇവരെ തള്ളി ഇവർ രണ്ടുപേരുടെ ഉടക്ക് കൂടി പോയി അഭിഷേക് മറ്റേ സ്റ്റാൻഡിൽ തട്ടി മറിഞ്ഞ് അവിടെ അങ്ങ് വീണ്ടും എഴുന്നേറ്റ് ഇങ്ങനെ കുതിച്ച് നിൽക്കുന്നതും ജിൻഡോ അവിടെ വീണ് കിടക്കുന്നതുമാണ് കാണിക്കുന്നത്. ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ ഇതിനകത്ത് പുഷ് ചെയ്തു, ജിൻഡോ പുഷ് ചെയ്തു. അഭിഷേക് ഹോൾഡ് ചെയ്താണ് വെച്ചിരുന്നത്. ജിൻഡോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പുഷ് ചെയ്തു. അത് വേണമെങ്കിൽ ബിഗ് ബോസിന് പുഷ് സെയിം ഒരു തവണ അല്ല 2 തവണ ടക്കാന്ന് പറഞ്ഞിട്ട് 2 തവണ പുഷ് ചെയ്തിട്ടാണ് പട്ട വന്ന് അടിച്ചത്. പക്ഷെ അത് അഭിഷേക് ഒന്നാമത്തെ കാര്യമാക്കി എടുത്തില്ല. രണ്ടാമത്തെ കാര്യം ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ഈ ടാസ്കിൽ എന്തായാലും ഇങ്ങനൊരു സംഭവം നടക്കും, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എന്തായാലും നടക്കും. ഈ ടാസ്കിൻ്റെ സമയത്തല്ലാതെ ഇങ്ങനെ ജിൻഡോ ഇന്ന് തള്ളിയതുപോലെ തള്ളി നോക്ക്, നന്ദന ഇന്ന് ശ്രീധുവിനെ തള്ളിയ തള്ളി നോക്ക്, 2 പേരും തെറിച്ചേനെ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പുറത്താക്കാനുള്ള വകുപ്പ് ഈ സാധനത്തിനകത്ത് ഉണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ ടാസ്ക് ആയിപ്പോയി. സാധാരണ ടാസ്കിനിടയിൽ തന്നെയാണ് ഫിസിക്കൽ അസോൾട്ടുകൾ നടക്കുന്നത്. പക്ഷേ ഇത് അസോൾട്ടാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം അത് ആ ഒരു സമയത്ത് ഡിഫൻഡിന് പറ്റിപ്പോകുന്നതാണ്. നമുക്കത് അടിക്കാൻ വേണ്ടി നമുക്കിവിടെ അടിക്കണമെങ്കിൽ ഇയാളെ പിടിച്ച് മാറ്റണം. അപ്പോൾ ഇയാളെ പിടിച്ച് മാറ്റുന്നതും പിടിച്ച് തള്ളുന്നതും രണ്ടാണ്. അപ്പോൾ ജിൻഡോ പിടിച്ച ആ ഒരു ക്വിക്ക് മൊമെൻറ്റിൽ അങ്ങനെ തള്ളാനേ പറ്റത്തുള്ളൂ. അത് ഞാൻ ജിൻഡോയെ ന്യായീകരിച്ചതോ അഭിഷേകിനെ ന്യായീകരിച്ചതോ അല്ല. ഇവിടെ 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ബിഗ് ബോസിന് വേണമെങ്കിൽ പുറത്താക്കാം. പക്ഷേ ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ആ ടാസ്കിൽ എന്തായാലും ഉന്തും തള്ളും ഇങ്ങനെ നടക്കും. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിന് പുറത്താകാനും പറ്റത്തില്ല, ഒന്നും മിണ്ടാനും പറ്റത്തില്ല. ജിൻഡോയുടെ ഭാഗത്ത് ശരിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയുണ്ട്, തെറ്റുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുമുണ്ട്. ഇനി കമൻറ്റ് കുഞ്ഞുങ്ങൾക്ക് ആക്രമിക്കാം ഒരറ്റത്ത് കിടന്ന്. അങ്ങനെ ആ റൗണ്ടിൽ നിന്ന് അവസാനം അവർ ഓക്കെ, നമ്മളൊക്കെ ഓക്കെയാണ്, സെറ്റാണ്, എൻ്റെ ഇവിടെ കിട്ടിയ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കുക. പക്ഷേ ഏറ്റവും കൂടുതൽ അതിനകത്ത് ഉപദ്രവം കിട്ടിയിരിക്കുന്നത് കുറേ അഫക്റ്റ് ചെയ്തിരിക്കുന്ന അഭിഷേകാണ്. അഭിഷേകം മറിഞ്ഞ് വീഴുന്നുണ്ട്, അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ കിട്ടി എന്ന് അഭിഷേക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എനിക്കിവിടെ ഒരു സംഭവം കിട്ടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിൻഡോ ആ റൗണ്ടിൽ നിന്ന് ഔട്ടാവുകയാണ്. അടുത്ത റൗണ്ട് വരുന്നു. അതിനകത്താണ് ഗ്രൂപ്പ് കളി. അർജുനെ അടിക്കുന്നില്ല. അർജുൻ എന്തോ ചേട്ടാ, അർജുൻ്റെ ഒരെണ്ണം പോലും വരുന്നില്ലേ. അപ്പോൾ സായി, ഞാൻ നിന്നിൽ ഒരെണ്ണം അടിക്കട്ടാടാ, നീ പോയി നിനക്ക് ഇഷ്ടമുള്ള അടിച്ചോടാ, നിനക്ക് എത്ര എണ്ണം വേണം അടിച്ചോ. എന്നിട്ട് അഭിഷേക്, ഞാൻ നിൻ്റെ 2 എണ്ണം അടിക്കട്ടാടാ, അത് എൻ്റെ കാര്യമില്ല, ഈ എന്തിനാ എൻ്റെ അടുത്ത് പറയണത്. ഇവർ രണ്ടുപേരുടെ ഒന്ന് ഗ്രൂപ്പ് കളിച്ചോണ്ട് നിനക്ക് ഫസ്റ്റ് എനിക്ക് സെക്കൻഡ്. സായി പോയി അവിടെ പോയി പറയുന്ന അർജുൻ്റെ പോയി അടിച്ച് ഇവരുടെ അഭിഷേകിൻ്റെ അടിച്ചെങ്കിൽ സായിക്ക് 3 പോയിന്റ് കയറി വരായിരുന്നു. സായിക്ക് ഓൾറെഡി 7 പോയിന്റ് എന്തോ ആയിരിക്കും, സായിക്ക് 5 പോയിന്റ് ഇരിക്കുമായിരുന്നു. സായിക്ക് 8 പോയിന്റ് ആവുന്നത്. സായി അത് ചെയ്തില്ല. ഈ അർജുനും അഭിഷേകും സായിയും കൂടെ ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് അഭിഷേകിന് പോയിന്റ് കൂട്ടിക്കൊടുത്ത് സായി എനിക്ക് ഒന്ന് മതി, ഞാൻ നിൻ്റെ ചേട്ടനില്ല, എനിക്കൊരു പോയിന്റ് കുറച്ച് മതി എന്നുള്ള ഒരു ലെവലിൽ നിന്നു. അർജുൻ്റെ തൊടാനേ പോയില്ല. അങ്ങനെ ബസ്സടിക്കുമ്പോൾ അർജുൻ്റെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അർജുൻ ഫസ്റ്റ് കിട്ടുന്നു 3 പോയിന്റ്. അഭിഷേകിൻ്റെ സായിയുടെ 5 സീൽ ആര് വെക്കുകയാണ്, അഭിഷേക് വെക്കുകയാണ്. അപ്പം സായിക്ക് 2 പോയിന്റ് കിട്ടുന്നു, സായിക്ക് 1 പോയിന്റ് കിട്ടുന്നുണ്ട്. അഭിഷേകിൻ്റെ 3 സീല് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഭിഷേകിന് 2 പോയിന്റും കിട്ടുന്നു. ഒട്ടും ഈ സീൽ ഇല്ലാത്തത് അർജുൻ ആയതുകൊണ്ട് അർജുന് 3 സീല് മാത്രമേ അഭിഷേകിൻ്റെ ഉള്ളതുകൊണ്ട് അഭിഷേകിന് 2 പോയിന്റ്. 5 സീല് സായിക്കുള്ളതുകൊണ്ട് സായിക്ക് 1 പോയിന്റ്. അങ്ങനെയാണ് ടാസ്കിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ വേണമെങ്കിൽ പുറത്താക്കാമായിരുന്നു, പക്ഷേ പുറത്താക്കിയില്ല. ഇതാണ് സംഭവം. ഇന്ന് രാത്രിയിലത്തെ പ്രൊമോ അപ്ഡേറ്റ് ആയിട്ട് വരാം, എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.